നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇയാളത് കലിപ്പ് കയറി വിളിക്കുന്ന ലക്ഷണമാണല്ലോ. ഹലോ. ആ ഭാഗ്യം. അപ്പൊ താൻ ജീവനോടെ ഉണ്ടല്ലേ? പലതവണ വിളിച്ചിട്ടും തന്നെ കിട്ടാതായപ്പോ ഞാൻ വിചാരിച്ചു തന്നെ വല്ല കരടിയോ പുലിയോ ഒക്കെ പിടിച്ചു കാണുമെന്ന്. വാക്കിന് വിലയുള്ള ഹൈദറുടെ പല്ലും നാക്കും മൂക്കും മുടിയൊക്കെ വല്ല കാട്ടുമൃഗങ്ങളുടെയും വയറ്റിൽ നിന്ന് തോണ്ടിയെടുക്കേണ്ടി വരുന്ന ദുരവസ്ഥയെ ഓർത്ത് ഞാൻ ആകെ ദുഃഖിച്ചിരിക്കായിരുന്നു ഇവിടെ. സാറെന്നെ പരിഹസിക്കാനായി കച്ചകെട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അയ്യോ, അതിന് ഈ പാവൻ ഞാനാരാ? കച്ച മുറുക്കി വാളും പരിചയമായിട്ട് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കുഞ്ഞാലി മരക്കാരുടെ പിന്മുറക്കാരൻ ഹൈദരാലി മരക്കാറല്ലേ? കൂടുതൽ കാര്യം മേയരുത്. നിങ്ങൾക്ക് വേണ്ടിട്ടാ ഞങ്ങൾ ചിലര് അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നത്. അല്ലാതെ രാധ എന്ന പെണ്ണിനെ എനിക്ക് മുൻപരിചയമൊന്നുമില്ല. അവൾ എവിടെ ആരുടെ കൂടെ ജീവിച്ചാലും എനിക്കൊന്നുമില്ല. ആവശ്യക്കാരൻ നിങ്ങളാ, അത് മറക്കരുത് നിങ്ങൾ. അതേടാ, ആവശ്യക്കാരൻ ഞാൻ തന്നെയാ, അത് മറക്കുന്നില്ല. ഒപ്പം നീ ഒരു കാര്യം ഓർക്കണം. എന്റെ ആവശ്യത്തെ ഗുണിച്ചും ഹരിച്ചും ഒരു വിലയിട്ട് അത് മുഴുവനായി വാങ്ങിച്ചു കൊണ്ടുപോയി വിഴുങ്ങിയത് നീയും കൂട്ടുകാരുമാ. 25 ലക്ഷം ഒരു ഉളുപ്പും ഇല്ലാതെ വാങ്ങിച്ച് കീശയിൽ വയ്ക്കുമ്പോ 25 രൂപയുടെ ഊണിന്റെ നന്ദിയെങ്കിലും കാണിക്കണ്ടെന്ന് ആലോചിച്ച് നോക്ക്. കാശ് വാങ്ങിച്ചു എന്നുള്ളത് സത്യ. പക്ഷേ ശമ്പളം കൊടുത്ത് അടിമപ്പണിക്ക് നിർത്തിയിരിക്കുന്ന കൃത്യഗണങ്ങളോട് ഉപയോഗിക്കുന്ന ഭാഷയും സംബോധനകളും ഒക്കെ അവിടെ മതി. തന്റെ അണ്ണാക്കി തന്നെ വെച്ചാ മതി. ഇല്ലെങ്കിലേ തൊള്ളയിൽ പിരിവെട്ടുന്ന വർത്തമാനം ഈ ഹൈദറും പറയും. അത് മറക്കരുത്. റാസ്കൽ, നീ ആരോടാ സംസാരിക്കുന്നെന്ന് അറിയോടാ? ഈ മേഘനാഥൻ വിചാരിച്ചാൽ നേരിട്ട് വെച്ച് നിന്റെ താനങ്ങ് ഉരത്തും. ഒന്ന് പോടാ അവിടുന്ന്. തനിക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാ ഞാൻ. കൂടെ ഉണ്ടായിരുന്ന ഒരുത്തന് രക്ഷപ്പെട്ടിട്ടില്ല. അറിയോ തനിക്ക്? 25 ലക്ഷം എന്ന് താൻ കൂടെ കൂടെ അട്ടഹസിക്കുന്നുണ്ടല്ലോ. അത് മുഴുവൻ ഹൈദർ ഒറ്റയ്ക്ക് വിഴുങ്ങിയതല്ല. അത് ആദ്യം താൻ മനസ്സിലാക്കണം. പിന്നൊന്ന് മനസ്സിലാക്കേണ്ടത്, മുക്കാൽ ചക്രത്തിന് താൻ കൂലിക്കെടുത്ത ഗുണ്ടകളല്ല ഞങ്ങള്. ഒന്നാം തരം പോലീസുകാരനാ ഞാൻ. പണിയെടുക്കാൻ മാത്രമല്ല, തിരിച്ച് പണി തരാനും എനിക്ക് കഴിയും. അത് മറക്കരുത്. ഏതായാലും താൻ ഒന്ന് ഓർമ്മിച്ചോ, താൻ ഈ ഭ്രാന്തെടുത്ത് നടക്കുന്ന ഒരുമ്പെട്ടവളുണ്ടല്ലോ രാധ, അവളെ പിടിച്ചു കെട്ടി വലിച്ചഴച്ച് ഞാൻ തന്റെ കാൽ ചുവട്ടി കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് തന്റെ മുഖത്ത് നോക്കി ഞാൻ പറയും, പെണ്ണിനെക്കാളും പണത്തിനേക്കാളും ഒക്കെ ഒരാണിന് വേണ്ടത് അന്തസ്സാണെന്ന്. പ്രവൃത്തിയിൽ മാത്രമല്ല, വാക്കിലും. അപ്പൊ കാണാം, നമുക്ക് നേരിട്ട് തന്നെ കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.